ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു സൺഡേ ആണ്. അപ്പോൾ ഞാനും ഇന്ന് ഇക്കയും കൂടി ഇക്കാട് ഉമ്മാടെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ നിന്നും ജങ്കാറ് കയറിയിരിക്കണേണ്. പുള്ളിക്കാരത്തി താമസിക്കുന്നത് വൈപ്പിലാണ്. അപ്പോൾ ഞങ്ങൾ വൈപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് ഇയ്യ, ഉമ്മാടെ അനിയത്തി. അപ്പോൾ ഇയ്യാടെ വീട്ടിലേക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇയ്യ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കണമായിരുന്നു ഊണ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇയ്യ ഇന്ന് സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഇതാണ് വീട്, ഇത് ഉച്ചാപ്പ ഞങ്ങൾ വന്നതിന് മുമ്പേ ഫുഡ് കഴിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി സാധാരണ ചോറും നെയ്ച്ചോറും ബീഫും മോര് കാച്ചിയതും തോരനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളതെല്ലാം കഴിച്ചു. അപ്പോൾ ഇയാൾക്ക് 3 മക്കളാണുള്ളത്. ഒരാളെ തൃശ്ശൂരേക്കാണ് കെട്ടിച്ചിട്ടുള്ളത്, ഒരു മോളെ. പിന്നെ ഒരാൾ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. പിന്നെ മോനും അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ആദ്യം മോളുടെ വീട്ടിൽ പോയി ഞങ്ങൾ. അപ്പോൾ അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ചു, കുറച്ച് കഥയൊക്കെ പറഞ്ഞു. അതിന് ശേഷം പിന്നെ മോൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇതാണ് മോൻ്റെ വീട്. അപ്പോൾ ഈ ഇരിക്കുന്നതാണ് ഇയാളുടെ മോന്, വൈഫും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരുപാട് കഥകളും കളിയും ചിരിയും ബഹളവും ഒക്കെയാണ്. സമയം പോകുന്നതേ അറിയില്ല. ഞങ്ങൾ അത്രത്തോളം വർത്തമാനം പറയുന്ന ആൾക്കാരാണ്. സംസാരിച്ച് അങ്ങനെ ഇരുന്ന് സമയം പോകുന്നത് പോലും ഞങ്ങൾ അറിയില്ല. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ എല്ലാവരെയും കൂടി കണ്ടപ്പോൾ ഞങ്ങൾ ഒരുപാട് നേരം കഥ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ഫോട്ടോസൊക്കെ എടുത്തു. കുട്ടികളുടെ കളിയും ചിരിയും ബഹളവും ഒക്കെ ആയിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾ കുട്ടികളെ കൊണ്ടുവരാത്തത് കൊണ്ടിട്ട് അധികം നേരം പിന്നെ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കൂടി കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞു. അപ്പോൾ അവരോടും ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ പറഞ്ഞ് ഒരുപാട് നേരം. അപ്പോൾ അവർക്ക് സമയം മതിയായില്ല ഞങ്ങളോട് സംസാരിച്ചിട്ട്. അപ്പോൾ ഇനിയും വരണം, ഇനി വരുമ്പോൾ കുട്ടികളെയും കൂട്ടി വരണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു രസം തന്നെയാണല്ലേ. നമ്മൾ ബന്ധങ്ങളെ കൂട്ടി ഇണക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഇടയ്ക്ക് അവരുടെ അടുത്ത് വീടുകളിൽ പോകുന്നതും കൂടുന്നതും ഒക്കെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് ജങ്കാറിൽ തന്നെ പള്ളുരുത്തിയിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ ഇതാണ് ജങ്കാറിൽ ഒരുപാട് തിരക്കുണ്ടായിരുന്നു. കാരണം ഇവിടെ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ പ്രമാണിച്ച് ഫോർട്ട് കൊച്ചി നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പാർക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഓരോ ഭാഗവും നമുക്ക് കണ്ണിന് അത്ര മനോഹരമായിട്ട് തന്നെ അലങ്കരിച്ചിട്ടുണ്ട്. ഈ കാഴ്ചകളും ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മതിയാവില്ല, അത്ര മനോഹരമാണ്. ഇത് വാസ്കോ ഡ ഗാമ പള്ളി, അതും വളരെ മനോഹരമായിട്ട് തന്നെ അലങ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കയറിയില്ല, ജസ്റ്റ് പുറത്തുനിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്രിസ്മസിനെ വരവേൽക്കാൻ വേണ്ടി ഫോർട്ട് കൊച്ചി ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളും റെഡിയായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ ഇവിടെ ന്യൂ ഇയറിനൊക്കെ ഒരുപാട് തിരക്കും കാര്യങ്ങളും ഒക്കെയാണ്. നമുക്ക് ഇങ്ങനെ പോകുന്നത് പോലെയൊന്നും നമുക്ക് പോകാൻ പറ്റില്ല, അത്ര തിരക്കായിരിക്കും. ഒരുപാട് സ്ഥലത്ത് നിന്ന് ആളുകൾ വരുന്ന ഒരു ഏരിയ തന്നെയാണല്ലോ നമ്മുടെ ഫോർട്ട് കൊച്ചി. അപ്പോൾ ഫോർട്ട് കൊച്ചി വളരെ മനോഹരമായിട്ട് തന്നെ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫോർട്ട് കൊച്ചിയിലുള്ള പുതിയ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതുവരെ ഓക്കെ, ബൈ.